നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി അടുത്ത മാസം 8ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചു എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകാൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് വിചാരണ കോടതിക്കുള്ള നിർദ്ദേശം. ഹാഷ് വാല്യൂ അന്വേഷണം കേസിൽ വഴിത്തിരിവാകുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കോടതി രേഖകളിൽ മാറ്റം വരാൻ ഇടയായത് പ്രതി ദിലീപിന്റെ സ്വാധീനം മൂലമാണെന്നും കേസ് അന്വേഷണത്തിൽ പ്രതി ഇടപെട്ടത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നുള്ള വാദം ഹൈക്കോടതി അംഗീകരിച്ചാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ സാധ്യത ഏറെയാണെന്ന ആശങ്ക അഭിഭാഷകർക്കുമുണ്ട്. സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിക്കുന്നത്. കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും കൂറുമാറിയിരുന്നു. ഇതിനൊക്കെ പിന്നിൽ കേസിലെ 8ാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കേസിൽ ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു. എന്നാൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചു എന്നായിരുന്നു ഹർജി. സർക്കാരിന്റെ വാദം തള്ളിയാൽ അത് ദിലീപിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. അതേസമയം അങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനാണോ സാധ്യത? എന്നാൽ കേസിൽ ഇപ്പോഴും പൂർണ്ണമായും ദുരൂഹതകൾ ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അതെ, ഈ കേസിൽ തെളിയാൻ മാഡം എന്നൊരു വ്യക്തിയുണ്ട്. അത് ആരൊക്കെയാണെന്ന് പല ചർച്ചകളും കഴിഞ്ഞതാണ്. കേസിൽ നടൻ ദിലീപിന്റെ പങ്ക് വ്യക്തമായതു മുതൽ പ്രസ്തുത കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് മാഡം. ഈ കേസിലെ മാഡം ആരാണെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിന് ഇതുവരെ വ്യക്തമായിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിനോടനുബന്ധിച്ച് പല തവണ ഈ പേര് ഉയർന്നു വന്നിരുന്നു. ദിലീപുമായി ബന്ധപ്പെട്ട പല സ്ത്രീകളും മാഡം ആണെന്ന തരത്തിൽ സംശയിക്കപ്പെടുകയും ചെയ്തിരുന്നു. മുമ്പ് മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്ന് പ്രതി പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്വേഷണം തുടരവേ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ലെന്നായിരുന്നു സുനി പിന്നീട് പറഞ്ഞത്. എന്നാൽ മാഡത്തിന്റെ പേര് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനായിരുന്നു. കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിച്ച സുനിയുടെ കൂട്ടുപ്രതികളിൽ നിന്നായിരുന്നു മാഡത്തിന്റെ പേര് ഫെനിക്ക് കിട്ടിയത്. ആക്രമിക്കാൻ വേണ്ടി കാറിൽ കയറിയപ്പോൾ സുനി നടിയോട് മാഡത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്ന് സംഭവം നടന്നപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാഡത്തിന്റെ കൊട്ടേഷൻ എന്നായിരുന്നു പറഞ്ഞതെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് അന്ന് കാര്യമാക്കിയില്ലെന്ന ആക്ഷേപവും ഉയർന്നതായിരുന്നു. അതിനുശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറും മാഡത്തെ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത്. സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുന്ന വേളയിൽ നടൻ ദിലീപ് മാഡത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയെന്നതും സംസാരിക്കുന്നതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ ചൂണ്ടി ദിലീപ് മാഡത്തെക്കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയെന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ഞാനല്ല, ഒരു പെണ്ണാണിത് അനുഭവിക്കേണ്ടത്. അവരെ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഒടുവിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപ് മദ്യലഹരിയിൽ പറഞ്ഞുവെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുണ്ടായിരുന്നത്. ഇതിൽ നിന്നും ദിലീപിന്റെ ഏറ്റവും അടുത്ത ഒരാൾ തന്നെ ആയിരിക്കണം മാഡം എന്ന് തന്നെയാണ് അന്വേഷണം ആദ്യം പോയത്. ദിലീപ് തന്റെ സുഹൃത്ത് ബൈജുവിനോടാണ് മാഡത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ സംഭാഷണം ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ആ മാഡത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളിലും ഒരു സ്ത്രീ ശബ്ദം വ്യക്തമായിരുന്നു. നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം പൾസർ സുനി കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിൽ എത്തിയതിന് 2 പേർ സാക്ഷികളായിരുന്നു. എന്നാൽ ഇവർ കോടതിയിൽ മൊഴിമാറ്റി പറയുകയായിരുന്നു. പ്രതിഭാഗത്തിന്റെ ഇടപെടലിലൂടെയാണ് ഇവർ മൊഴിമാറ്റിയതെന്നായിരുന്നു ഉയർന്ന ആരോപണം. അവരുടെ മൊഴിമാറ്റാൻ ദിലീപും സംഘവും നടത്തിയ ഇടപാടുകളെക്കുറിച്ച് ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദരേഖയിൽ തെളിവുകളും ഉണ്ടായിരുന്നു. ഇക്കാര്യവും ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം എടുത്തത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് തന്നെ പറയാം.